നമസ്കാരം. ശുക്രനും കേതുവും രാശിമാറ്റത്തിലൂടെ കന്നിയിൽ ധനയോഗവും സൗഭാഗ്യവും വരുന്ന നാളുകൾ നോക്കാം. വേദജ്യോതിഷമനുസരിച്ച് കാലങ്ങളുടെ ഇടവേളയിലാണ് ചില ഗ്രഹങ്ങളുടെ സംയോഗം സംഭവിക്കുന്നത്. ഇത്തരം സംയോഗങ്ങൾ ചിലപ്പോൾ രാജയോഗങ്ങൾ പോലെ ശുഭകരമായ യോഗങ്ങൾക്കും മറ്റു ചിലപ്പോൾ ദോഷങ്ങൾക്കും കാരണമായേക്കാം. ഗ്രഹനിലയിൽ ആ ഗ്രഹത്തിൻ്റെ സ്ഥാനം, ഒപ്പമുള്ള ഗ്രഹം, അങ്ങനെ നിരവധി ഘടകങ്ങൾ അതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പൊതുവെ നല്ല ഫലങ്ങളുടെയും സുഖ സൗകര്യങ്ങളുടെയും കാരണഭൂതനെന്ന് കരുതപ്പെടുന്ന ശുക്രൻ ഈ മാസം 25-ന് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പായി നിഴൽ ഗ്രഹമായ കേതുവും ഈ രാശിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ കന്നിയിൽ കേതുവിൻ്റെയും ശുക്രൻ്റെയും സംയോഗത്തിന് കളമൊരുങ്ങും. ഏതാണ്ട് എല്ലാ രാശികളിലും ഈ സംയോഗത്തിൻ്റെ ഫലം അനുഭവിക്കപ്പെടും. ആ കൂട്ടത്തിൽ ഏറ്റവും സൗഭാഗ്യവും ആകസ്മിക ധനലാഭവും അതുപോലെ സാമ്പത്തിക സമൃദ്ധിയും നേടിയെടുക്കുന്നത് 3 രാശികളെ ആയിരിക്കും. ആ രാശികൾ ഏതെല്ലാമെന്ന് നോക്കാം. മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് കേതുവിൻ്റെയും ശുക്രൻ്റെയും സംയോഗം ശുഭകരമായിരിക്കും. ഇവരുടെ ഗ്രഹനിലയിലെ 4-ാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത്. അതിനാൽ ഈ കാലയളവിൽ ഇവർ സാമ്പത്തികമായി ഏറെ അഭിവൃദ്ധിപ്പെടും. ഏറെക്കാലമായി പൂർത്തീകരിക്കാതിരുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. കോടതി കാര്യങ്ങളിലും മറ്റും നിയമപരമായ കാര്യങ്ങളിൽ അനുകൂല വിധി വന്നു ചേരും. ശത്രുക്കൾക്ക് മേൽ വിജയം നേടാനുള്ള അവസരം നേടിയെത്തുന്ന കാലം കൂടിയാണ്. പൊതുവെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം സന്തുഷ്ടമാകും. ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. അടുത്തത് ചിങ്ങം. കേതുവും ശുക്രനും കന്നിരാശിയിൽ കണ്ടുമുട്ടുന്നത് ചിങ്ങൻ രാശിക്കാർക്കും ഗുണം ചെയ്യും. ഇവരുടെ ധനം, ഭാഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് സംയോഗമുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ സമൂഹത്തിൽ ഇവർക്കുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കും. പ്രശസ്തരായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും. നല്ല സംഭാഷണത്തിലൂടെ ആളുകളെ ആകർഷിക്കാനും ഇവരുടെ ഇഷ്ടം പിടിച്ചുപറ്റാനും ഈ കൂട്ടർക്ക് സാധിക്കുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ധനലാഭം ഉണ്ടാകും. അടുത്തത് വൃശ്ചികം. ശുക്രൻ്റെയും കേതുവിൻ്റെയും സംയോഗത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റൊരു രാശി വൃശ്ചികമാണ്. ശുക്രൻ്റെയും കേതുവിൻ്റെയും സംയോഗത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റൊരു രാശി വൃശ്ചികമാണ്. ഇവരുടെ ഗ്രഹനിലയിൽ വരുമാനമായും ലാഭവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് സംയോഗമുണ്ടാകുന്നത്. ഈ കാരണത്താൽ വരുമാനം വളരെയധികം വർദ്ധിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ ഉരുത്തിരിഞ്ഞു വരും. ഉദ്യോഗ ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ പ്രാപ്തമാകും. സർക്കാരിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യമോ മറ്റോ ലഭിച്ചേക്കാം. ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുന്നതാണ്. ഇത്രയും രാശിക്കാർക്കാണ് ശുക്രനും കേതുവും രാശിമാറ്റത്തിലൂടെ ധനയോഗവും സൗഭാഗ്യവും വരുന്ന രാശികൾ. പുതിയ ജ്യോതിഷ സംബന്ധമായ വാർത്തകൾ അറിയാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.